വനജയുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു. അടുത്ത തിങ്കളാഴ്ചയാ. ഇത്ര പെട്ടെന്നോ? എല്ലാം ഒത്തുവന്നപ്പോ നടത്തിയേക്കാന്ന് വിചാരിച്ചു. ആരാ പയ്യൻ? ഞാനെന്ന് പറഞ്ഞില്ലേ, കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിയുള്ള ഒരു പയ്യന്റെ കാര്യം. അവൻ തന്നെ. എവിടെ വെച്ചാ കല്യാണം? വീട്ടിൽ വെച്ച് തന്നെ. ചെറിയൊരു പന്തലിടണം. കല്യാണക്കുറിയൊന്നുമില്ല. വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ നേരിട്ട് വിളിക്കും. നന്നായി. എല്ലാം മംഗളായി നടക്കട്ടെ. ഗൗരിയില്ലേ ഇവിടെ? അവൾ വന്നില്ലല്ലോ മോനെ. ഇത് ഗൗരിക്ക. എന്താ? ഒരു സാരിയാ. വനജയ്ക്ക് കല്യാണ സാരി വാങ്ങി കൂട്ടത് ഗൗരിക്കും വാങ്ങി വരണം. എന്താ? ഒന്നുമില്ല. ഇത് നീ തന്നതാണെന്ന് പറഞ്ഞു കൊടുത്താ അവള് വാങ്ങുമെന്നാ എന്റെ സംശയം. അവൾ ആകെ മാറി മോനെ. ഈയിടെ ഞങ്ങളോട് പോലും മിണ്ടാറില്ല. മാസം ആദ്യം ശമ്പളം എന്നെ ഏൽപ്പിക്കും. എന്തെങ്കിലും ചോദിച്ചാ തർക്കുത്തരമേ പറയൂ. അവളെ എന്തെങ്കിലും പറയാനുള്ള ധൈര്യം എനിക്കില്ല. 6 ജീവനാ അവളെ നമ്പി ഇവിടെ കഴിയുന്നത്. എന്നെ വെറുക്കാൻ തക്കവണ്ണം അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. അതെനിക്ക് അറിഞ്ഞൂടെ മോനെ. ഏതായാലും ഇത് അവൾക്ക് വേണ്ടി വാങ്ങിയതാ, മടക്കി കൊണ്ടുപോകുന്നില്ല. അല്ല, നീ പുതിയ ജോലിക്ക് പോവാൻ തുടങ്ങിയോ? വനജയുടെ കല്യാണം കഴിഞ്ഞിട്ട് പോകും. വനജയുടെ കല്യാണം നിശ്ചയിച്ചു. വരന് കോപ്പറേറ്റീവ് ബാങ്കിലാ ജോലി. അവൻ നിന്നോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാ, ഇത് നിനക്കാ. ആ മോളെ, പിന്നെ എന്താ? ഒരു സാരിയുമായി വന്നിരിക്കുന്നു. ഇവിടെ ഒരു സാരി കാണാത്ത പോലെ. മനുഷ്യനായ നാണം വേണം. എന്നെ സംബന്ധം ചെയ്യാനുള്ള മോഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് പറഞ്ഞേക്കു കൂട്ടുകാരനോട്. ഓരോരുത്തർക്കും അർഹതയുള്ളതേ ആഗ്രഹിക്കാവൂ. പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ അയാൾ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞേക്ക്. ഞാനെന്താ അതിന്റെ വേലക്കാരനോ? നീ വേണമെങ്കിൽ നേരിട്ടെന്ന് പറ. വാനിറ്റി ബാഗും പൊക്കമുള്ള ചെരുപ്പുണ്ടെന്ന് കരുതി തട്ടാന്തോടിലെ കുഞ്ഞിലക്ഷ്മിയുടെ മോളെ അത്ര ഞെളിയൊന്നും വേണ്ട. നിന്റെ നാക്കും അതിന്ന് വരുന്ന വാക്കും ഈ നാട്ടിൻപുറത്തിന് ചേർന്നതല്ല. ചേർന്നതല്ലേ? എന്നെ ആരും സഹിക്കണ്ട. എനിക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ തുറന്നു പറയും. മുച്ചിട്ട് കളിക്കാരന് നാടകുത്തി എനിക്ക് യോഗ്യരല്ല. തന്റെ കൂട്ടുകാരൻ എന്നെ കാണാൻ വരുന്നതോ സംസാരിക്കുന്നതോ എന്തെങ്കിലും തരുന്നതോ എനിക്ക് ഇഷ്ടമല്ല. എന്താണ് നീ പറഞ്ഞത്? മലയാളത്തിലാ പറഞ്ഞത്, മനസ്സിലായില്ലേ? തൊട്ടുപോകർ തന്നെ. കൈ ധരിക്കുന്നുണ്ടെങ്കിലേ ദേ അവിടെ ഒരുത്തി നിൽക്കുന്നില്ലേ, സ്വന്തം അനിയത്തി, അവളുടെ മേത്തയക്കും. സാമ്പാർ വെച്ച് കൊടുക്കടാ. അവിടെ ഇത്തിരി ചോറിട്ടെ. ചോറ് അവിടെ ചോറാർക്കാ? ചോറ് വേണോ അവിടെ? ഇവിടെ ആർക്കാ? ഇവിടെ എന്താ വേണ്ടേ? അപ്പുണ്ണേ ചോറ് കൊടുക്കണം. മതി. അമ്മ എന്ത്? കൊച്ചിനെയും വെച്ചോണ്ടകത്തിരിക്കുക. അടുത്ത വണ്ടിയിലിരിക്കും. ഗൗരി വന്നില്ലല്ലേ? ഇല്ല. മതി മതി. മൂത്രത്തിൽ പഞ്ചാരയാ. പിന്നെ ഭരതൻ ഒഴിച്ചോണ്ട് കഴിച്ചത് മാത്രം. കുറച്ചാകാന്ന്. പായസം വേണോ? നിങ്ങൾ നല്ല ആളാ. എന്താ അങ്ങോട്ട് വരാഞ്ഞേ? ഞാൻ വരാം.
തിരക്കൊന്ന് കഴിയട്ടെ. അവിടെ ഒരു തിരക്കില്ല, വാ. ഞാൻ വന്നോളാം. അത് പറഞ്ഞാൽ പറ്റില്ല, ഇപ്പൊ തന്നെ വരണം. ഞാൻ അവിടെ വന്നോടെ മോനെ, അതുകൊണ്ടാ. നിങ്ങൾക്ക് അവിടെ ഒരു തീണ്ടായ്മയില്ല. കമലമ്മ എന്റെ പെങ്ങളുടെ കല്യാണത്തിന് വരുന്നത് ഞാൻ വിളിച്ചിട്ടാ. അതിൽ ആർക്കെങ്കിലും നെണ്ണം ഉണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് പോയിക്കോട്ടെ, എനിക്കൊരു ചുക്കൂല്ല. എന്റെ അയൽവക്കായിട്ട് ഒരു നല്ല കാര്യം നടക്കുമ്പോൾ നിങ്ങൾ വന്നില്ലെങ്കിൽ എനിക്കത് വിഷമം. മോൻ പോയിക്കോ, ഞാൻ ഈ കള്ളിയും കൊണ്ട് മാറിയിട്ട് വന്നോളാം. ഞാൻ വന്നോളാം. വരട്ടെ ചേട്ടാ, കൂടെ കൂടെ വരണം. അത് നീ പറഞ്ഞിട്ട് വേണം മോളെ. വരട്ടെ. ഇന്നലത്തെ കളക്ഷൻ എത്രയാ? 16,616. പോരല്ലോ. നിങ്ങൾക്ക് വരെ വരെ ഉത്തരവാദിത്വം ഇല്ല. ഇങ്ങനെയായാൽ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആരാ അത്? ജെയിംസ് ടൗണിൽ പോയിരിക്കാണല്ലോ. എന്തായി കാണിക്കുന്നത്? അച്ഛൻ എന്തിനാ ബഹളം കൂട്ടുന്നത്? അയാൾ അസലായിട്ട് ഓടിക്കുന്നുണ്ട്. പിന്നെന്താ? ഫാന്റാസ്റ്റിക്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? സമ്മതിച്ചിരിക്കുന്നല്ലോ ഭരത. ഇവിടെ ഓരോരുത്തന്മാരും മാസക്കണക്കിന് ചുരണ്ടിയിട്ടാ ഉരുട്ടിയെടുക്കണത്. ആരുടെ വെച്ചിട്ട് വണ്ടി എടുത്ത്? അല്ല, അതിനിപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എനിക്കൊരു അസുഖമുണ്ട്. എന്തെങ്കിലും കണ്ടാൽ അതെന്നെ ആകർഷിച്ചാൽ ഞാനൊന്നും ശ്രമിക്കാതെ വിടുകയില്ല. അതൊരു വാശിയാ. മാറുമാറ്. ഓപ്പൺ.
ആ വെച്ചോളൂ, ആ കമ്പനി കടിച്ച് ആ കമ്പനി കടിച്ച് ആ വെച്ചോളൂ. ഇനിയും വെക്കാം. ആ വീരാജ ആ കമ്പനി കമ്പനി പിടിപ്പെടുത്തി കള്ളക്കളി കളിക്കണേ. ആ വീരാജ വെച്ചോളൂ. പോലീസ് വരുന്നു. അയ്യോ എനിക്ക് പത്യമാണ്, ഞാൻ കഷായം കുടിച്ചോളാം. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ചത്തു. അയ്യോ മാറ്റടാ കൈ, കൈ മാറ്റാൻ. നീട്ടടാ കൈ. സാറേ നീട്ടാൻ. എന്നെ തല്ലല്ലേ സാറേ, ഞാൻ ചത്തു സാറേ, എന്നെ തല്ലല്ലേ കൊല്ലല്ലേ സാറേ. നീ എന്താ ജെയിംസ് ഇവിടെ ഇരിക്കുന്നത്? ബൈക്ക് ഓടിക്കുന്നില്ലേ? മരണക്കറിന് ടിക്കറ്റ് എടുത്ത ആൾക്കാർ കിടന്ന് ബഹളം വയ്ക്കുന്നു. കാലിലൊരു വേദന, കൂടാതെ ഓടിക്കാനോട് വേറെ ആളുണ്ടല്ലോ. ഓ അത് ശരി. കാലിന് സുഖമില്ലെന്നൊക്കെ പറയുന്നത് പച്ച നുണയാ. ഇത് വലിയ പാട് തന്നെ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. വേണം സാർ, വേഷം കെട്ടിയാലേ ജനങ്ങൾക്ക് ഇഷ്ടമാവും. അല്ല കഴിഞ്ഞില്ലേ, വേഗം ആട്ടെ. ഇയാൾ ഇവിടെ വന്നാലോ, റിക്കാർഡ് വെച്ചല്ല കോച്ചിങ് കാണിക്കേ, ജനം ബഹളം കൊടുക്കും. പോവാം സാർ, വരും പുഷ്പേ, വാ. இது பாட்டல்ல நான் போடும் வேட்டு. സ്കിൽ ഗെയിംസിനാണ് പെർമിഷൻ തന്നിട്ടുള്ളത്. സൂചിയുടെ സ്കിൽ ഗെയിം ആണോ? അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. സ്കിൽ ഗെയിംസ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും സാർ. പൂജ എറിയുന്നതിന് പ്രത്യേക സ്കിൽ വേണം സാർ. പ്രത്യേക പരിശീലനം ഉണ്ടെങ്കിലേ അത് സാധിക്കൂ. ഈ റൈഫിളും റിവോൾവറും മറ്റും ആർക്കും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് സൂചിയേറും. പിന്നെ സൂചി എറിയുന്ന ആൾ വിജയിച്ചാൽ ഞങ്ങൾ സമ്മാനം കൊടുക്കും. അതിൽ പങ്കെടുക്കുന്നതിന് ഒരു ചെറിയ ഫീസും ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കളവോ വഞ്ചനയോ ഒന്നുമില്ല സാർ. സൂചിയേർ എന്താണെന്ന് താൻ എന്നെ പഠിപ്പിക്കുകയാണോ? അയ്യോ അല്ല സാർ. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി സാർ. പിന്നെ എവിടെ ചെന്നാലും ലോക്കൽ പോലീസുമായി ഒരിണക്കത്തിലാണ് ഞങ്ങൾ നീങ്ങാറുള്ളത്. അതുകൊണ്ട് ഒരിടത്ത് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പ്രശ്നമുണ്ട്. മറ്റുള്ളവർക്ക് എന്റെ അഭ്യാസവും വേലയും നടന്നിരിക്കും. ഇവിടെ നടക്കില്ല. ഇന്ന് നിർത്തണം സൂചിയേർ. സൂചിയേറോ മറ്റോ അവിടെ നടക്കുന്നു എന്ന് അറിഞ്ഞാൽ തന്റെ കാർണിവൽ ഞാൻ അടിച്ചു പൊളിക്കും. ഒന്നിനെ ഞാൻ വിടില്ല, എല്ലാത്തിനും ഞാൻ അകത്താക്കും. സാർ കൊണ്ടുപോണോ? ഇനിയിപ്പോ എന്ത് ചെയ്യും ജെയിംസേ? ആകെ പ്രശ്നമായല്ലോ. എന്തായി സാർ എന്തു പറഞ്ഞു? ഒരു രക്ഷയില്ല. അടുക്കുന്നില്ലല്ലോ സാറേ. ഇനി എന്ത് ചെയ്യും? നിങ്ങൾ പറയേണ്ടതുപോലെ പറഞ്ഞോ? പറഞ്ഞു, എന്നിട്ട് രക്ഷയില്ല. സൂചിയർ ഗാംബ്ലിംഗ് ആണെന്ന്.
ഇവിടുന്ന് 15 കിലോമീറ്റർ ദൂരം സർക്കാർ ജീപ്പിൽ പോയി നേരം പുലരുവോളം കാശ് വെച്ച് കളിക്കുന്ന ആള് തന്നെ ഇത് പറയണം. ആ എന്നിട്ടെന്താ ഇന്ന് എന്നെ നിർത്തണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിർത്തിയേക്ക്. അയ്യോ സാറേ, ലക്ഷങ്ങൾ മുടക്കിയിരിക്കുക. റേഷൻ വാങ്ങാൻ വകയില്ലാത്ത ഇവിടുത്തെ പാവങ്ങളെ തന്റെ മുതൽ മുടക്കൽ ലാഭവും തിരിച്ചു തരണം എന്ന് പറയുന്നത് കുറച്ച് കടന്ന കയ്യാണ്ടോ. അങ്ങനെ പറയരുത് സാറേ, കുറെ കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാ. അയാള് സമ്മതിച്ചാൽ സൂചി എറിയെ തലവുത്തേക്ക് എന്ത് വേണേ ചെയ്തു. ഓഫീസർമാര് പറയുന്ന പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ നാട് എന്നേ നന്നായേനെ. ആ ജെയിംസേ, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടുത്തെ ലോക്കൽ ആളല്ലേ ഭരതൻ, അയാളെ ഒന്ന് വിട്ടാലോ? അയാൾ പറഞ്ഞാൽ കുറെ കേൾക്കും. ഇവിടെ മുച്ചിട്ടും കളിച്ചോണ്ട് നടന്ന പാർട്ടിയല്ലേ, നടക്കുന്ന കാര്യമല്ലുണ്ട് പറമ്പായി. ഒരു കാര്യം ചെയ്യേ, വായിപ്പിക്കോ, ഞാൻ ശരിയായിക്കൊള്ളാം. സാറ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ ഭാഷ കേട്ടപ്പോ ഞാൻ ആകെ വരണ്ടുപോയി. എല്ലാം കൂടെ വലിച്ചു പറിച്ച് ഓടേണ്ടി വരുമെന്നാ കരുതിയത്. അത് പോലീസ് മുറയിലൊന്ന് വരട്ടിയതല്ലേ, പിന്നെ ജെയിംസ് പറഞ്ഞപ്പോഴല്ലേ കാര്യം പിടികിട്ടത്. ഞാൻ വരട്ടെ? ശരി സാർ, കൂടെ കൂടെ വരണം. വരാം. ആ ആ, സത്യത്തിൽ സാറ് വന്നപ്പോഴാണ് എല്ലാം നേരെയായത്. ഞാൻ വരട്ടെ? ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയാലോ എന്ന് ആലോചിക്കുക. എന്താ സാർ? കണ്ടില്ലേ, മുഴുവൻ പിഞ്ചുകളല്ലേ. അക്കാര്യമൊക്കെ ഞാൻ ഏറ്റു. ഈ മുച്ചിട്ടെന്താ അവിടെ കറങ്ങി നടക്കുന്നത്? അവനിപ്പോ ഇവിടെയാ ജോലി. നിന്റെ കൂട്ടുകാരെ എനിക്കൊന്ന് ഒത്തുകിട്ടി. ശരിക്കും ഞാനൊന്ന് പെരുമാറിയിട്ടുണ്ട്. ഇനി അവരെ എങ്ങാനും ആ പ്രദേശത്ത് കണ്ടുപോയാൽ അത് അവരുടെ അവസാനത്തെ കളിയായിരിക്കും. പറഞ്ഞില്ലത് വേണ്ട. നീ പോടാ. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? നിന്നെയൊക്കെ എന്തിനാടാ ശമ്പളം തന്ന് പോറ്റുന്നത്? ആ സമയത്ത് 2 എരുമയെ വാങ്ങിച്ചു വളർത്തായിരുന്നല്ലോ. കുറച്ചു മുമ്പ് നീ എന്താടാ തെണ്ടി പറഞ്ഞത്? എന്റെ പിള്ളേരെ ഇതിനകത്ത് കണ്ടുപോകരുതെന്ന് അല്ലേ? കണ്ടുപോയി നീ എന്ത് ചെയ്യോടാ പുല്ലേ? അവരുടെ മേത്തങ്ങാനോ ഒരു തുള്ളി പൂഴി വീണു എന്ന് അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിന്നെ വേലിപ്പത്തൽ പോലും കൊള്ളൂല, പൂളിക്കളയും ഞാൻ. ജീവിതകാലം മുഴുവൻ നീ വേഷം കെട്ടി നടക്കാമെന്ന് വിചാരിക്കണ്ട. എന്തെങ്കിലും ദൂരമല്ലോ, അപ്പൊ ഞാൻ കണ്ടോളാം. പോയിക്കോ, പോടാ. എടാ ലോപം, താനെന്തിനാടോ പറയുന്നത്? ഞാൻ തന്നെയല്ലോ പറഞ്ഞത്, അയാളെയാ. അത് ശരി, അതാ ഞാൻ ഓർക്കുന്നത്. ഈ പാവം പിടിച്ച് എന്തിനാ സാറ് വഴക്ക് പറഞ്ഞതെന്ന്. മാന്യ മഹാജനങ്ങളെ, പ്രൊഫസർ സിദ്ധുവിന്റെ മഹത്തായ സർപ്പയജ്ഞം, അനേകം സർപ്പയജ്ഞങ്ങൾ നടത്തി വേൾഡിലെന്നല്ല ഇന്ത്യയിൽ തന്നെ അനേകം മെഡലുകൾ വാരി ഒരാളാണ് പ്രൊഫസർ സിദ്ധു. സിദ്ധു 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 പ്രിയപ്പെട്ടവരെ, മാന്യ മഹാജനങ്ങളെ, ഇതാ ഒരു പച്ച മനുഷ്യൻ ഒരു ചില്ലുകൂട്ടിൽ ഘോര സർപ്പങ്ങളുമായി കഴിഞ്ഞുകൂടുകയാണ്. ഹൃദയമുള്ളവർ കടന്നു വരൂ, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കൂ. പ്രിയപ്പെട്ടവരെ, കടന്നൊരു മാധ്യമഹാജനങ്ങളെ, പ്രൊഫസർ സിദ്ധുവിന്റെ മഹത്തായ സർപ്പയജ്ഞം, അനേക സർപ്പയജ്ഞങ്ങൾ നടത്തി ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ മെഡലുകൾ വാരി കിട്ടിയ പ്രൊഫസർ സിദ്ധുവിന്റെ സർപ്പയജ്ഞം ഇതാ തുടരുകയാണ്. സിദ്ധു 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 സിദ്ധു.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. സമയം പാഴാക്കാൻ എല്ലാവർക്കും പ്രാർത്ഥനയാണ്. ഇന്ന് പ്രൊഫസർ സിദ്ധു ഇപ്പോൾ തന്നെ പുറത്തോട്ടിറക്കാൻ പോവുകയാണ്. വലിയ കടിമൂർക്കൻ, കുഞ്ഞാടിമൂർക്കൻ ചേർത്ത് നിർത്തുന്ന ഗോളസഭകളുടെ ഇടയിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ പുറത്തോട്ടിറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് തുച്ഛമായ സംഭാവനയാണ് ഞങ്ങളുടെ മെച്ചമായ ആഹാരം. ഇട്ടാട്ടെ കേട്ടെ, ഇങ്ങോട്ട് ഇട്ടാട്ടെ. എന്തിനാ മടിക്കുന്നത്? ഇങ്ങോട്ട് ഇട്ടാട്ടെ. എന്തിനാ അത് കൈ വെച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടാട്ടെ? ഇതൊക്കെ പാമ്പിന് അരി മേടിക്കാനുള്ളതല്ലേ? ഇട്ടാട്ടെ, ഇങ്ങോട്ട് ഇട്ടാട്ടെ. ആഹാരത്തിനുള്ളതല്ലേ? ഇട്ടാട്ടെ. അണലി, എട്ടടിമൂർക്കൻ, ശംഖുവരയൻ, കരിമൂർക്കൻ, രാജവെമ്പാല മുതലായ ഘോര സർപ്പങ്ങളുടെ ഇടയിൽ 14 മണിക്കൂറോളം സഹവസിച്ചതിന് ശേഷം പുറത്തോട്ടിറക്കാൻ പോകുന്ന പ്രൊഫസർ സിദ്ധുവിനെ എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കൂ. ഇന്ന് വെളുപ്പിന് കൃത്യം 4 മണിക്ക് തുടങ്ങിയ 14 മണിക്കൂർ നേരത്തെ സർപ്പയറ്റം അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചേ, കൈയടിച്ചേ. ഹലോ, താങ്ക് യു. ഒരു മിനിറ്റ്. എന്താണ്? മൈക്ക് വാടക 75 രൂപ, പാമ്പിൻ കൂട് 125 രൂപ പറഞ്ഞു, 100 രൂപ കൊടുത്തു. പാമ്പ് ഒന്നിന് 15 രൂപ വെച്ച് 5 പാമ്പ് 75 രൂപ. ചായ, കാപ്പി, കടി, ഊണ് 75 രൂപ. ആ തീ പിടിച്ചെടുത്തടി. പോലീസുകാർക്ക് 10 രൂപ. റെക്കോർഡ് ഡാൻസ് 100 രൂപ. ആ ഉണക്കയിലേക്ക് 100 കൂവേ. റെക്കോർഡ് ഡാൻസ് കൂടുതലാടി ഞാനാ. റെക്കോർഡ് ഡാൻസർക്കൊക്കെ ഇപ്പൊ എന്താ വാടക എന്നറിയോ? വായിച്ചരാതെ. പടക്കം 15 രൂപ, പഴയ കോട്ട് മെഡൽ വാടക 15 രൂപ, ബസ് കൂലി 18 രൂപ 60 പൈസ, ആകെ ചെലവ് 508 രൂപ 60 പൈസ, വരവ് 356 രൂപ, കമ്പനി നഷ്ടം 152 രൂപ 60 പൈസ. പടക്കം 15 കുളുവ. ഒരു 100 വട്ടം പറഞ്ഞതാ വേണ്ടെന്ന്. സമ്മതിക്കൂല. അപ്പൊ അവനത് പൊട്ടിച്ചേ അടങ്ങൂ. ഇപ്പൊ എല്ലാം പൊട്ടിയില്ലേ? അത് എത്രയുണ്ടാ? എത്രയുണ്ടാ? തലക്കെടുത്താലുണ്ടല്ലോ 30 രൂപ 60 പൈസ. ആ, ഇനി 220 രൂപയും കൂടി ഉണ്ടെങ്കിൽ ചായക്കടക്കാരൻ രാമനായരുടെ കടയിൽ നിന്ന് കടം വാങ്ങിയ 250 രൂപ മടക്കി കൊടുക്കാം. എടാ, നീ അതിനൊരു 25 രൂപ എടുത്ത് അവൾ കൊടുത്തേ, ആശയ്ക്ക് കൊടുത്തേ. ഒരു 100 അല്ല ഒരു 10 രൂപ എടുത്ത് ഈ പാമ്പിനും കൊടു. അപ്പൊ രാമനായർക്ക് എന്ത് കൊടുക്കും? രാമനായർക്ക് നമുക്ക് എല്ലാവരും കൂടി ഉഴുന്നാട്ടി കൊടുക്കാം. എന്നിട്ട് പരത്ത. വേണ്ട ഏട്ടാ, നഷ്ടക്കച്ചവടല്ലേ? നീ വാങ്ങിച്ചോടി. നീ മേടിച്ചോ, മേടിച്ചോ. ആ കൊടു. കൊടുറാ. വാങ്ങിച്ചോടാ. കൊണ്ടുപോയി ഞണ്ണിക്കാ തിന്ന്. ഡാ പുണ്യേ, ആരാ? എങ്ങനെയുണ്ടായിരുന്നില്ല സർപ്പ കച്ചവടം? ഒരുപാട് വരവുണ്ടായിരുന്നോണ്ട് കാശ് മുഴുവൻ എണ്ണി തീർന്നിട്ടില്ല. കാലത്തൊരു 8 മണിക്ക് ബോധിപ്പിച്ചാൽ മതിയോ? അയ്യോ, നമ്മള് പേടിച്ചു പോലെ. ഞാൻ വരണ്ടു. ഇപ്പൊ ഉണ്ടപ്പോ ഞാൻ അതെ. ആശാനല്ലേ? എന്താണ് എല്ലാരും കൂടെ പുറത്തിറങ്ങി നിൽക്കുന്നത്? ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചേച്ചുമായിട്ട് പറയാം. ആശാന്റെ കാര്യം പറഞ്ഞോളൂ. ആ എസ് ഐ കൂലിക്കട നിങ്ങൾ വല്ലതും ചെയ്തു? ഏയ്, ഒന്നും ചെയ്തില്ല. കള്ളം പറയുന്നു. അയാൾ എന്നോട് പറഞ്ഞല്ലോ. ആശാനെ, അയാൾ അന്ന് ഇവിടെ വന്ന ആശാനുമായിട്ട് ഉടക്കി പോയില്ലേ? ആ. അതിന്റെ വൈരാഗ്യം ഉണ്ടായിരുന്നു അയാൾക്ക്. ഉം. ആ സാരമില്ല, അത് പോട്ടെ. ഇതെന്താ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്? അയാളൊന്നുമില്ല. മാർ. ആ, പുതിയ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ആ, ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ആദ്യം നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ. സുമതി, പോയിട്ട് 2 ഗ്ലാസും കുറച്ച് വെള്ളം എടുത്തുണ്ട്. ഓ, മുടി. ഓടാ ചേക്കാ. ഇനി കുറച്ചു കാലത്തേക്ക് ആനമയിലൊട്ടാൻ കളിയൊന്നും വേണ്ട. ബൈക്ക് വിറ്റ വകയിൽ ഒരു 2000 രൂപ ബാക്കി കിട്ടാനുണ്ട്. വർഷാപ്പാരനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പുണ്ണി പോയാൽ മതി, അയാൾ തരും. മാങ്ങയുടെ കണക്കിൽ അബ്ദുള്ളക്കുട്ടിയും തരാനുണ്ട് കുറച്ച് ബാക്കി. ചന്തു ചെന്നാൽ അതും തരും. ഇതാ, ഇതൂടെ വെച്ചോ. ഉള്ള കടവെല്ലാം തീർത്ത് ബാക്കിയുള്ളതുകൊണ്ട് ഒരു കച്ചവടം തുടങ്ങും. തൽക്കാലം അത് മതി, ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. അതെ. ആ, എന്താണ് കമലമ്മേ? ആ, ഇപ്പോഴാ ഒരു കാര്യം ഓർത്തു. ബൈക്കിലെ സർക്കിട്ടിന് നടക്കൂല, ബൈക്ക് വിറ്റുപോയി. ഇനി തരപ്പെടുമ്പോ ജീപ്പിലാവാം പോരെ? ആ, ഡാ, കമലമ്മേ മറക്കരുത്. ഉള്ളതുപോലെ എന്തെങ്കിലും അവർക്കും. ശരി. വരട്ടെ.